മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലൊരു സജഷൻ കൊടുത്തിരുന്നു. വേറൊരു രീതിയിൽ ഞാനത് ആവർത്തിക്കുകയാണ്. കേരളത്തില് ധന്യമായിട്ട് ആത്മീയ സ്വാധീനം ചെലുത്തുന്ന ഒരു ഋഷികുല ജാതനുണ്ട്. ആണോ പെണ്ണോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ധാരാളം അനുയായികളുണ്ട്. ലോകം മുഴുവനും അനുയായികളുള്ള ഒരു വ്യക്തിത്വം. അവര് ഒരു മാഗസീൻ ഇറക്കുന്നുണ്ട്. നല്ല മാഗസീനാണ്. ധാരാളം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള മാഗസീനാണ്. എനിക്ക് തോന്നുന്നു 10-25 ഭാഷകളിൽ, ജർമ്മൻ ഭാഷയിലും ഫ്രഞ്ച് ഭാഷയിലും ഉൾപ്പെടെ ഇംഗ്ലീഷിലും എല്ലാത്തിലും അതിറക്കുന്നുണ്ട്. ആ മാഗസിൻ പ്രചരിപ്പിക്കുന്നവർക്ക് ഒരു ക്ലാസ് എടുക്കാനായിട്ട് എന്നോട് അഭ്യർത്ഥിച്ചു. 700 പേര് പങ്കെടുത്ത ഒരു സദസ്സിൽ. ഈ മാഗസിൻ്റെ പ്രചാരകർ മാത്രമാണത്. ഇവിടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ആ 700 പേരോട് ചോദിച്ചു, ഈ മാസത്തെ ആ മാഗസിൻ നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഈ മാസത്തെ ആ മാഗസിൻ, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന മാഗസിൻ എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഒരാള് പകുതി കൈ ഉയർത്തി. ഇങ്ങനെ ഉയർത്തിയില്ല, ഇങ്ങനെ ഉയർത്തി. ഞാൻ വെറുതെ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ പകുതി ഉയർത്തിയത് കൊണ്ട് മാഗസിൻ്റെ പകുതി വായിച്ചിട്ടുണ്ടെന്നാണോ അർത്ഥം? അങ്ങനെ ധൈര്യമായിട്ട് പറയുകയും ചെയ്തു, അതെ സാർ, സത്യമാണ്, ഞാൻ കുറച്ചേ വായിച്ചിട്ടുള്ളൂ. ആദ്യത്തെ 1-2 വായിച്ചു, പിന്നെ വായിച്ചില്ല. അവർ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ മാഗസിൻ പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ആ മാഗസിൻ്റെ മഹത്വം പറയണമെങ്കിൽ ആ മാസത്തെ മാഗസിനിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നെങ്കിലും ഒന്ന് ഓടിച്ച് നോക്കണ്ടേ? കുറേ കാര്യങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ അതല്ല നമ്മുടെ വിഷയം. വേറൊരു കാര്യം പറയാൻ ഞാനിത് പറഞ്ഞതാണ്. ആലോചിച്ച് നോക്കാം, നമ്മളുടെ വീട്ടിൽ വരുന്ന മാഗസീനുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ അല്ലെങ്കിൽ വലുതും ചെറുതായിട്ടുള്ള വീക്കിലികൾ, മന്ത്ലികൾ, ബാക്കിയുള്ളത് സംഘടനകൾ പ്രസിദ്ധീകരിക്കുന്നത്, പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഉദാഹരണമായിട്ട് മലയാള മനോരമ എന്ന വീക്കിലി, മാതൃഭൂമി എന്ന വീക്കിലി, അതിനെക്കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ചില സംഘടനകളും ചില ക്ഷേത്രങ്ങളും അവർ പ്രസിദ്ധീകരിക്കുന്ന മാഗസീനുകൾ എത്രയോ 1000 രൂപ ചെലവഴിച്ചിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇത് പലപ്പോഴും 99% വീടുകളിലും റാപ്പർ പോലും മുറിക്കാറില്ല. എന്തിനാ പിന്നെ നിങ്ങളിത് പ്രസിദ്ധീകരിക്കുന്നത്? ഞങ്ങളുടെ അനുഭവത്തിൽ ഞാൻ പറയാം, നല്ല ചെറിയ 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 പോയിന്റുകൾ ചേർത്ത് മാസത്തിലൊരിക്കൽ ചെറിയ പുസ്തകം ഇറക്കാം. ചെറിയ പുസ്തകം അത് ആ സംഘടനയുടെ എല്ലാ പരിപാടികളിലും വിൽക്കാനായിട്ട് വയ്ക്കാം. ഫ്രീ ആയിട്ട് കൊടുക്കണ്ട. അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുപ്പിച്ചിട്ട് അവർക്ക് കൊടുക്കാം. ഒരു 20-25 പേജിൽ കൂടുതൽ ഉണ്ടാവരുത്. ധാരാളം മാഗസീനുകൾ ഫ്രീ ആയിട്ട് അയക്കുന്നത്. ഞാൻ തുറന്നു നോക്കാറ് പോലും ഇല്ല. എനിക്ക് തുറന്നു നോക്കാനുള്ള നേരെയില്ല. ചിലപ്പോൾ നോക്കും, അത്രയേ ഉള്ളൂ, വളരെ വിരളമായിട്ട്. ഈ മാഗസീനുകൾ ഇറക്കാം. ആവശ്യമില്ലാത്ത രീതിയിൽ ബ്രോഷറുകൾ ഇറക്കാം. കുറേ അധികം ത്യാഗം ചെയ്യുന്ന മാതിരി നാട്ടുകാരുടെ മുമ്പിൽ ചെന്നിട്ട് അപേക്ഷിച്ച് അഡ്വർടൈസ്മെന്റ് മേടിച്ചിട്ട് അതിൻ്റെ ചെലവിലേക്കായിട്ട് പ്രവർത്തിക്കുക. എത്രയോ വ്യക്തികളുടെ എത്രയോ ദിവസത്തെ പ്രയത്നം. അത് ആദ്യം എഴുതുക, പിന്നെ കമ്പോസ് ചെയ്യുക, പിന്നെ പ്രൂഫ് നോക്കുക, പിന്നെ കറക്റ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ പ്രിന്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ കവർ ഡിസൈൻ ചെയ്യുക, പിന്നെ അതിൻ്റെ വില നിശ്ചയിക്കുക, പിന്നെ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് പോസ്റ്റ് ചെയ്യുക, എന്നിട്ടത് ജനങ്ങളിലേക്ക് എത്തിക്കുക. എത്രയധികം വർക്കാ ചെയ്യുന്നത്. അത് ആരെങ്കിലും വായിക്കാറുണ്ടോ എന്ന് കൂടി നോക്കാം. ചെറിയ പുസ്തകങ്ങൾ വെറുതെ അയച്ചു കൊടുക്കല്ലേ. ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പോൾ ധാരാളം വ്യക്തികൾ എനിക്ക് പുസ്തകം തരാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ആർക്ക് നിങ്ങൾ എഴുതിയ പുസ്തകം കൊടുക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇതാണ് കണ്ടന്റ്, സാറിന് തരികയാണെങ്കിൽ സാർ അത് സ്വീകരിക്കുമോ എന്ന് ചോദിക്കാതെ കൊടുക്കല്ലേ. ഞാൻ വേദനയോടുകൂടി മാതാമൃതാനന്ദമയിയുടെ ആശ്രമത്തിലെ സ്വാമിയോട് പറഞ്ഞു, ഞാൻ അമ്മയുടെ ആശ്രമത്തിൽ നിരന്തരം ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. പള്ളിക്കാവിൽ പോകാറുണ്ട്, എറണാകുളത്ത് പോകാറുണ്ട്, തൃപ്പൂണിത്തുറ പോകാറുണ്ട്, തിരുവനന്തപുരത്ത് പോകാറുണ്ട്, എല്ലായിടത്തും പോകാറുണ്ട്. പോകുമ്പോഴെല്ലാം എനിക്ക് അമ്മയെക്കുറിച്ചുള്ളൊരു പുസ്തകം തരും.
ഞാൻ പലപ്പോഴും പറയും, വേണോ എന്ന് ചോദിച്ചിട്ടേ തരാവൂ സ്വാമികളെ എന്ന്. അതല്ല, ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരേ പുസ്തകം 7 സ്ഥലത്ത് നിന്ന് എനിക്ക് ഒരൊറ്റ മാസം കൊണ്ട് കിട്ടി. ഞാൻ എന്ത് ചെയ്യും? അത് എത്ര ലക്ഷം രൂപയാണ് അത്ര വലിയ പുസ്തകം പ്രിന്റ് ചെയ്യാനെന്ന് നോക്കാം. താല്പര്യമില്ലാത്തവന് പായസം കൊടുക്കണോ? താല്പര്യമില്ലാത്തവന് ഭക്ഷണം കൊടുക്കണോ? ധാരാളം വീട്ടിൽ തിന്നാനുള്ളവനെ വിളിച്ച് വീട്ടിൽ വരുത്തിയിട്ട് ഊണ് കൊടുക്കണോ? എന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഏത് പുസ്തകം ആർക്ക് കൊടുക്കുകയാണെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാം. വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിന്റെ കോപ്പി നഷ്ടപ്പെടുത്താതിരിക്കാം. വേണമെങ്കിൽ ലൈബ്രറിക്കോ മറ്റോ കൊടുക്കാം. ഇനി മറ്റൊന്ന്, നിങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പോലും അത് വാങ്ങിക്കാൻ ആളുണ്ടാവുമോ, വായിക്കാൻ ആളുണ്ടാവുമോ എന്ന് നല്ലോണം വിലയിരുത്തിയിട്ടേ പുസ്തകം പ്രസിദ്ധീകരിക്കാവൂ. സംഘടനകൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന മാതിരി അല്ല വ്യക്തികൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. കണ്ടമാനം കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി ഇതിൽ ഓരോ റിട്ടേണും ഇല്ലാതെ കുറേ പേർക്ക് ഫ്രീ കൊടുത്ത് ശരിക്കും ജീവിതത്തിൽ യൂസ്ലെസ് വർക്ക് എന്ന് പറയുന്നത് വായിക്കാനുള്ള ആൾക്കാരെ മുമ്പിൽ കാണാതെ എഴുതി പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഭീമാകാരമായ പ്രവൃത്തി രാഷ്ട്രസേവനത്തിൻ്റെയും നമ്മുടെ ധർമ്മസേവനത്തിൻ്റെയും പേരിൽ ചെയ്യുന്നതാണ് ഏറ്റവും വേസ്റ്റായിട്ടുള്ള വർക്ക്. ഞാനൊരു പുസ്തകം എഴുതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വായിക്കാൻ ആളില്ലാത്തയിടത്തോളം ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആരും തിന്നാനില്ല എന്ന് പറയുമ്പോൾ അവസ്ഥ എന്താ? അല്ലെ, കടയിൽ തുണി ധാരാളം ഉണ്ട്, ആരും വാങ്ങിക്കാനില്ല. പച്ചക്കറി എൻ്റെ കടയിൽ ധാരാളം ഉണ്ട്, വാങ്ങിക്കാൻ ആളില്ല. നല്ലൊരു പാട്ടാണ്, കേൾക്കാൻ ആളില്ല. നല്ലൊരു സിനിമയാണ്, കാണാൻ ആളില്ല എന്ന് പറഞ്ഞു നോക്കുക. അതിൻ്റെ പ്രതികരണം എന്തായിരിക്കും? അതുകൊണ്ട് ഒരു സംഘടനയും ആവശ്യമില്ലാതെ വീക്കിലിയോ മന്ത്ലിയോ ഇറക്കരുത്. അതിന് നല്ല ആർട്ടിക്കിൾ ഉപയോഗിച്ച് ചെറിയ പുസ്തകം ഇറക്കുക. ആ സംഘടനയുടെ പ്രോഗ്രാമുകൾ എവിടെയൊക്കെ നടക്കുന്നോ അതിന് സംഭാവന തരുന്നവർക്ക് വേണമെങ്കിൽ ഒരു കോപ്പി കൊടുക്കുക, അല്ലെങ്കിൽ അത് അവിടെ വിൽക്കാൻ വെക്കുക. കഴിയുന്നത് CD-കളെ പോലെയുള്ളത് ഇറക്കുക, വലിയ കോസ്റ്റ്ലി അല്ല. അതും കോപ്പിറൈറ്റ് ഇല്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇത് വേദത്തിൻ്റെ കോപ്പികളോ ഭഗവത്ഗീതയുടെ കോപ്പികളോ ജ്ഞാനപാനയുടെ കോപ്പികളോ ഒക്കെ ആണെങ്കിൽ എളുപ്പമാണ്. ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ്, അവരത് കേൾക്കും. കാറിൽ യാത്ര ചെയ്യുമ്പോഴെങ്കിലും കേൾക്കും. കഴിയുന്നതും ഓഡിയോ CD ഉണ്ടാക്കുക, വീഡിയോ CD ഉണ്ടാക്കാതിരിക്കുക. വീഡിയോ CD വീട്ടിൽ വെച്ചിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ കാറിൽ വെച്ച് കേൾക്കാൻ സാധിക്കും. അതായത് നമ്മൾ ആർക്കു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അവരത് ഉപയോഗിക്കുന്ന രീതിയിൽ വേണം ഇതെല്ലാം പബ്ലിഷ് ചെയ്യാനെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ധാരാളം വ്യക്തികൾ ഈ മാഗസീനുകളും ബ്രോഷറുകളൊക്കെ എഴുതി, ഒരാളും അത് നോക്കാനില്ല, ഒരാളത് വായിക്കാനില്ല, ഒരാളിത് തുറന്നു നോക്കാൻ പോലും ഇല്ല. പ്രചരിപ്പിക്കുന്നവർ തന്നെ തുറന്നു നോക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാഗസീനുകൾക്ക് ചെലവാക്കുന്നത് രണ്ടർത്ഥത്തിലാണ്. പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുക നല്ലത്. എന്നിട്ട് പുസ്തകങ്ങളാകുമ്പോഴത്തേക്ക് ഔട്ട്ഡേറ്റഡ് ആവില്ല. മാഗസീൻ ആകുമ്പോൾ കഴിഞ്ഞ മാസത്തെ മാഗസീൻ ഈ മാസം ആരും തുറന്നു നോക്കില്ല. കഴിഞ്ഞ വർഷത്തെ മാഗസീൻ കണ്ടാൽ പറയും ഇത് വളരെ പഴയതാണ്, എന്തിനാ ഇപ്പോൾ വായിക്കുന്നതെന്ന് പറയും. ഇന്നലത്തെ പേപ്പർ ഇന്ന് പതിവായിട്ട് ആരും വായിക്കാറില്ല. അല്ല, ആവശ്യമുണ്ടെങ്കിൽ കൂട്ടി ഞാൻ വായിക്കുന്നതല്ലാതെ. അപ്പോൾ പുസ്തകമാണെങ്കിൽ അതിന് കാലാതീതമാണ് പുസ്തകം. അതാ അമ്പലത്തിൽ, ഇപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ നമ്മൾ പുസ്തകം പ്രസാദമായിട്ട് കൊടുക്കാറുണ്ട്. 100 രൂപയുടെ വഴിപാട് നടത്തുന്ന ആൾക്ക് 1/3 പ്രൈസുള്ള 35 രൂപ വിലയുള്ളൊരു പുസ്തകം പ്രസാദമായിട്ട് കൊടുക്കും. കാരണം ഇങ്ങോട്ട് എമൗണ്ട് തരുന്നതുകൊണ്ടാണ് അങ്ങോട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ബ്രോഷർ കൊടുക്കും. കുറേ ബ്രോഷറുകൾ നമ്മുടെ അമ്പലത്തിൽ വെച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ട് എടുക്കാനായിട്ടുള്ളത്. മാറ്റി 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 വയ്ക്കും. എല്ലാവരും അത് വേണമെന്നുള്ളവരെ എടുക്കുള്ളൂ, അല്ലാത്തവരും എടുക്കില്ല. നമ്മൾ അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ പ്രസാദം പുതിയ അത് എടുക്കും. കുറേ കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് നിങ്ങളോട് പറഞ്ഞത്, ആർക്ക് വേണ്ടിയാണോ എന്തെങ്കിലും ചെയ്യുന്നത് അവരത് ഉപയോഗിക്കുമോ എന്നറിയാതെ മാഗസീനുകളോ പുസ്തകങ്ങളോ ബ്രോഷറുകളോ ഇറക്കരുത്. അത് കണ്ടമാനം വേസ്റ്റ് ഓഫ് എനർജി, വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് മാൻ പവർ ആണ്. ഈവൻ പേപ്പറിൻ്റെ വേസ്റ്റും കൂടിയാണെന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. ധാരാളം മാഗസീൻ എനിക്ക് വരാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, എനിക്ക് അയച്ചു തരല്ലേ, എനിക്കത് വായിക്കാൻ നേരമില്ല, ഞാൻ തൊടുകയില്ല, തുറന്നു നോക്കാൻ പോലും പലപ്പോഴും നിൽക്കാറില്ല. അത് ശരിക്ക് സരസ്വതി ദേവിയോടുള്ള ഇൻസൾട്ടിങ് ആണ് എന്നെനിക്ക് തോന്നാറുണ്ട്. ഞാൻ അവരെ അറിയിക്കാറുണ്ട്, എനിക്ക് അയച്ചു തരല്ലേ, ഞാൻ തുറന്നു നോക്കില്ല എന്നും കൂടി പറയാറുണ്ട്. ധാരാളം പേര് പുസ്തകവും തരാറുണ്ട്. എന്നിട്ട് സാറിൻ്റെ കമൻറ്റ് അറിയണതുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ലൈബ്രറി ഉള്ളതുകൊണ്ട് ഈ പുസ്തകമൊക്കെ ലൈബ്രറിയിലേക്ക് അയച്ചു കൊടുക്കും. അത് അവരോട് തരുമ്പോൾ തന്നെ പറയുകയും ചെയ്യും. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയില്ല. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, സംഘടനയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ജനങ്ങൾക്ക് കഴിയുന്നതും മാഗസീനും ബ്രോഷറുകളും ഇങ്ങനെ വേസ്റ്റായിട്ട് അയച്ച് നമ്മുടെ റിസോഴ്സ് നഷ്ടപ്പെടുത്തല്ലേ. പ്രണാമം, നമസ്കാരം.